ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 100 കണക്കിന് പൂക്കൾ തരുന്ന ഫയർ ക്രാക്കർ പ്ലാന്റിനെ കുറിച്ചും അതുപോലെ തന്നെ വേരിഗേറ്റഡ് ബാസ്ക്കറ്റ് ഗ്രാസിനെ കുറിച്ചുമാണ്. ഫയർ ക്രാക്കർ പ്ലാന്റിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്ന ഗാർഡൻ എല്ലാവർക്കും അറിയാം. ജാൻസി മാഡത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് മുൻപുള്ള വീഡിയോകൾ കാണാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരത്തെ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പം ഓരോ ചെടികളെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ PVC പൈപ്പിൽ കൊങ്ങിണി ചെടി നട്ട രീതി എല്ലാം, ഇതുപോലെ ചെറിയ സ്റ്റാൻഡുകൾ എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ മഴ ഇപ്പോൾ 2 ദിവസമായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട്. നല്ല പൂക്കളുണ്ടായി പൂന്തോട്ടം നിറയേണ്ട സമയത്താണ് മഴ നമ്മളെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൂച്ചെടിയുടെ വിശേഷവും അതുപോലെ തന്നെ ഒരു പുല്ലിൻ്റെ, നമ്മുടെ തൊടിയിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുല്ലിൻ്റെ വിശേഷവും പങ്കുവയ്ക്കാനായിട്ടാണ്. ഇത് നമ്മുടെ ഈ ചെടിയാണ് കേട്ടോ ഒന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ വീടുകളിലൊക്കെ ഒത്തിരി ഉണ്ടാകും അല്ലേ? ഈ മതിലിൻ്റെയൊക്കെ സൈഡിലായിരിക്കും മിക്കവാറും ആളുകൾ ഇത് വെച്ചിരിക്കുക. കാരണം ഇത് കുറച്ച് പൊക്കമൊക്കെ പോയി പൂണ്ടാവുന്ന ടൈപ്പാണ്. പക്ഷെ നമുക്ക് പൊക്കം പോകാതെ തന്നെ നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ്. ഇതിൻ്റെ പേരാണ് ഫയർ ക്രാക്കേഴ്സ്. കണ്ടോ, തീപ്പൊരി ചിതറിയതുപോലെ. അതിൻ്റെ ഭംഗിയൊന്ന് നോക്കിയേ. ഞാൻ പക്ഷേ ഇത് 3 കൊല്ലമായിട്ട് എൻ്റെ തോട്ടത്തിലുണ്ട്. 2 കളറാണുള്ളത് കേട്ടോ, ഓഫ് വൈറ്റും റെഡും. പക്ഷെ ഞാൻ ഇത് പൂവ് ഈ മഴക്കാലത്തൊക്കെ നിറച്ച് പൂവായിരുന്നു. പക്ഷെ ഞാൻ എന്തോ മഴക്കാലത്ത് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടോ. നിങ്ങളിത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഈ ചെടി സ്വന്തമാക്കണം. നമ്മുടെ ഫയർ ക്രാക്കേഴ്സിൻ്റെ 2 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. വേറെ കളറുകളുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ 2ഉം കൂടി മിക്സ് ചെയ്ത് ഞാനൊരു 3 കൊല്ലം മുമ്പ് നട്ടതാട്ടോ. ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. അതിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണേ. പക്ഷേ ഇതിന് വലിയ കെയറിങ് ഒന്നും വേണ്ട. കേട്ടല്ലോ, ഇതിൻ്റെ പുതിയ ഇലകൾ ഇതുപോലെ വരും. ഇത് മുകളിലേക്ക് പൊങ്ങിപ്പോയിട്ട് ഇതേപോലെ പൂത്തിരി കത്തിച്ചോണം നമുക്കിതുപോലെ പൂക്കളുണ്ടായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ നടീലിതൊക്കെ വളരെ ഈസിയാണ്. ഇതുപോലെ പൂവുണ്ടായി കൊഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തണ്ടുകൾ ഇതുപോലെ നിൽക്കും. കണ്ടോ, ഇതൊക്കെ പൂവുണ്ടായി കൊഴിഞ്ഞതാണ്. അപ്പോൾ ആ തണ്ട് ഇതിപ്പോൾ മണ്ണിൽ മുട്ടിക്കിടന്ന ഒരു ഭാഗത്ത് വേര് മുളച്ചെണ്ണുണ്ടാവും. അപ്പോൾ ആ ഒരു തണ്ടിൽ നിന്നും നമുക്ക് മുറിച്ച് നട്ടാൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് കാണുകയാണെങ്കിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒരു ചെറിയ തണ്ട് അവരെ നിന്ന് വാങ്ങാം. ചെറിയൊരു കഷ്ണം മതി. നമുക്ക് പൂന്തോട്ടത്തിൽ ഇതേപോലെ ചട്ടികളിൽ നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊണ്ടുവന്നിട്ട് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് കൊക്കോപ്പീറ്റും കുറച്ച് മണ്ണിളക്കമുള്ള മണ്ണ് തന്നെ വേണം, അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ചട്ടിയിൽ ചേർത്ത് നടുക. അതിനകത്ത് ഈ കമ്പ് 1 or 2 ഒരുമിച്ച് കുത്തി വയ്ക്കുക. അതിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടേ ഒരു മതിലിൻ്റെ സൈഡിൽ, ഒരു വീടിൻ്റെ മതിലിൻ്റെ സൈഡിൽ നിൽക്കണ കണ്ടിട്ട് അവിടെ നിന്ന് ചോദിച്ച് 2 കുഞ്ഞു കമ്പുകൾ വൈറ്റിൻ്റെയും റെഡിൻ്റെയും എടുത്തതാണ്. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് ഞാനത് 3-4 കഷ്ണങ്ങളായിട്ട് ഇതേപോലെ തണ്ടാണ് ഒടിച്ചെടുത്തത്. 3-4 കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ബക്കറ്റിൽ നട്ടത്. പക്ഷേ 3 കഷ്ണമൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ നല്ലോണം തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിന് പുതിയ കമ്പുകൾ ഇതുപോലെ വരും. അത് മുകളിലേക്ക് പോയതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ പൂക്കളുണ്ടായി വരും. ഈ ചെടിക്ക് നമുക്ക് കമ്പ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ കണ്ട മല്ലി പോലെ ഇതിൻ്റെ വിത്തുകളുണ്ട്. പൂവുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ഉണ്ടാകുന്ന വിത്തുകളാണ്. ആ വിത്തുകൾ നമുക്ക് പാകാട്ടോ. ഇത് തന്നെ വീണ് മുളച്ച് തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പ് മാത്രമല്ല, ഇതേപോലെ വിത്ത് കിട്ടുകയാണെങ്കിൽ വിത്തൊന്നും നമ്മൾ പാകിയാൽ കുറേയൊക്കെ മുളച്ച് കിട്ടുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇത് നമ്മുടെ ഈ ഫയർ ക്രാക്കേഴ്സിൻ്റെ വിത്ത് വീണ് മുളച്ചതാട്ടോ. ഇത് ഞാൻ നട്ട് പറിച്ച് വേറെ ചട്ടിയിലേക്ക് നട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ വിത്ത് മുളപ്പിച്ച് നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
പിന്നെ ഇതുപോലെ നമ്മൾ അധികം പൊക്കം പോകാതെയാണ് വളർത്തുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അധികം പൊക്കം പോകാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇതേപോലെ ഒരു റിങ്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ പോലത്തെ റിങ്ങാണ്. ആ റിങ് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഒരു കമ്പിയിൽ നിന്നാണ് മുകളിലേക്ക് സ്റ്റിയറിങ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് നേരെ ഈ ചട്ടിയിലേക്ക് കുത്തിവെച്ചാൽ മതി. വലിയ ബലമുള്ള ചെടിയൊന്നുമല്ലല്ലോ, മറിഞ്ഞു പോകുന്നില്ല. ആ മണ്ണിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയി വൃത്തികേടാവാതെ ഇതേപോലെ ആക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പിലെ നമ്മൾ പിടിപ്പിക്കുന്ന ഗ്രാസ് ഉണ്ടല്ലോ, ഇത് കൊറിയൻ ഗ്രാസാണ്. ഞാൻ വീട്ടിൽ ചെയ്തിരിക്കുന്നത് കൊറിയൻ ഗ്രാസാണ്. അപ്പോൾ ഇതിന് വേറൊരു നല്ല ഭംഗിയുള്ളൊരു ഗ്രാസ് ഉണ്ട് കേട്ടോ. ഇത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്കിത് നല്ല വർഷങ്ങളായിട്ട് നമ്മുടെ ഈ തോട്ടത്തിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിന് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു നല്ല ഭംഗിയുള്ളൊരു ഗ്രാസ് കണ്ടു. അതിന് ഞാൻ അവരിന് പേര് പറഞ്ഞത് വെരിഗേറ്റഡ് ബാസ്ക്കറ്റ് ഗ്രാസ് എന്നാണ് അവർ പറയുന്നത്. ബഫല്ലോ ഗ്രാസിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി. ഇതിൻ്റെ ഇലകളുടെ ഭംഗിയുണ്ടോ? ഇതും ഇതുപോലെ ആളുകൾ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കാം. എനിക്ക് പക്ഷേ സ്ഥലം മറ്റുള്ള കൊറിയൻ ഗ്രാസ് ഉള്ളതുകൊണ്ട് നമ്മുടെ പൂന്തോട്ടത്തിലെ സൈഡിലൊക്കെ ആ ഗ്രാസാണ്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഒത്തിരി കണ്ടു കാണും. പക്ഷേ എനിക്ക് ഈ ഇലകളുടെ ഭംഗിയുണ്ട്. ഇത് പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിയത്. ഒരു ചെറിയ കവറിൽ നമുക്ക് ഇതിൻ്റെ പുല്ല് ഇതേപോലെയുള്ള ഒരു 3-4 തണ്ട് പിടിപ്പിച്ചതാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ചെറിയ കഷ്ണത്തിൽ നിന്നാണ് ഇതേപോലെ ഇത്രയും ബുഷിയായിട്ട് ഞാനത് ഈ ബാസ്ക്കറ്റിൽ ഈ ഒരു ബേസിനിൽ വളർത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമാണ്. അപ്പോൾ ഈ ഗ്രാസ് ലാൻഡ്സ്കേപ്പായിട്ട് ഉപയോഗിക്കാം. ഒരു വെറൈറ്റിയാണ്. ഇത് നിറഞ്ഞിങ്ങനെ പൂന്തോട്ടത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ. പൂക്കൾ ഇല്ലാത്ത സമയത്ത്, പൂക്കളില്ലെങ്കിലും നമുക്കൊരു കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ച തന്നെ ഇത് നൽകും. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇലകളുടെയും ഭംഗി കണ്ടാലറിയാം. കണ്ടോ, ഓരോന്നിനും ഡിസൈൻ ഉണ്ട്. നമ്മുടെ ഇലച്ചെടിയുടെ അതേ ഭംഗി തന്നെയാണ് ഇതിന് കിട്ടുന്നത്. ഇത് നടാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ മണ്ണ് കുറച്ച് ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റൊക്കെ ഇളക്കിയിട്ട് ഉള്ള മണ്ണ്, നമ്മൾ സാധാരണ ഗ്രാസ് നടാനായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്ന അതേ മണ്ണ് തന്നെ മതി. അതിനകത്ത് കണ്ടല്ലോ, ഈ പുല്ലിൻ്റെ ഓരോ മുട്ടും ഇവിടെ നിന്ന് നമ്മൾ ഈ വേര് വന്നേണുണ്ടോ, ഇവിടെ നിന്ന് മുറിച്ചിട്ട് ഇത് 1, 2, 3 അങ്ങനെ ഒന്ന് ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയ ചെറിയ കുഴികളിൽ ആക്കിയെടുക്കുക. ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ, ഒന്നും കോഴിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കളയാതെ, ഒന്ന് വെയിൽ അധികം അടിച്ച് പോകാതെയോ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഒരാഴ്ച മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ അത് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലെ ലാൻഡ്സ്കേപ്പ് നിൽക്കും കേട്ടോ. അപ്പോൾ മറ്റുള്ള കളപ്പുല്ലുകളൊക്കെ വന്ന് നമ്മുടെ പൂന്തോട്ടം നശിപ്പിക്കാതെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പിടിപ്പിക്കുക. ഇനിയിപ്പോൾ ലാൻഡ്സ്കേപ്പില്ലാന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചെയ്തിരിക്കുന്ന പോലെ ഇതുപോലെ ബാസ്ക്കറ്റിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ആ പുല്ലിൻ്റെ ഭംഗിയുണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ തൂക്കിയിടുന്ന ചട്ടികളിലൊക്കെ ഹാങ് ചെയ്ത് ഇടാം. ഇതേപോലെ ഇങ്ങനെ തൂങ്ങി വരും. നമ്മളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കി നിർത്തിയാൽ മാത്രം മതി. കണ്ടോ, അത് പ്രത്യേക ഭംഗിയല്ലേ? അപ്പോൾ എൻ്റെ ഫയർ ക്രാക്കേഴ്സിൻ്റെ വിശേഷവും നമ്മുടെ പുതിയ ഒരു പുല്ല് പരിചയപ്പെടുത്തിയതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചെടികളൊക്കെ ഉഷാറായി വരുന്നുണ്ട്. മഴയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിത്തോട്ടം നല്ല കളർഫുള്ളാകും. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ.